നമസ്കാരം. പിറവം കക്കാടിനെ ഞെട്ടിച്ച കൊലയും ആത്മഹത്യയും നടന്നത് ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം. ഭർത്താവിനെയും ഭാര്യയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാടിനെ ആകെ ഞെട്ടിച്ചു. തറമറ്റത്തിൽ ബേബി വർഗീസ്, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. സ്മിതയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ബേബി തൂങ്ങി മരിക്കുകയായിരുന്നു. പിറവത്ത് നിന്ന് ഓണക്കൂറിലേക്കുള്ള റോഡിന്റെ സമീപത്താണ് സംഭവം നടന്ന വീട്. പരിക്കുകളോടെ അവശനിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയ ഇവരുടെ മക്കളായ ഫേബ, അന്ന എന്നിവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരാണ് ഇന്നലെ നേരം പുലർന്നതിനു ശേഷം വിവരം സമീപവാസികളെ അറിയിച്ചത്. ഇവരുടെ നില മെച്ചപ്പെട്ടു. രണ്ടുപേരും അപകടനില തരണം ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന വാക്കത്തി കണ്ടെടുത്തു. മുറിയിലും പരിസരത്തും മണ്ണെണ്ണ തളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും കൊല്ലുകയായിരുന്നു ബേബിയുടെ ലക്ഷ്യം. എല്ലാവരോടും സൗമ്യമായി ഇടപെട്ടിരുന്നയാളായിരുന്നു ബേബി. സാമ്പത്തികമായും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അമേരിക്കയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തി 10 വർഷം മുൻപാണ് കക്കാട് സ്ഥലം വാങ്ങി ഇരുനില വീട് പണിതത്. മംഗളൂരുവിൽ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഫേബയും അന്നയും. ക്രിസ്മസ് അവധിക്കായി ഒരാഴ്ച മുൻപാണ് ഇരുവരും നാട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ ബേബിയുടെ ക്രൂരത നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ ഇനിയുമായിട്ടില്ല. പുലർച്ചെ 4:45 മറ്റൊരു മുറിയിൽ ഉറങ്ങിയായിരുന്ന ഫേബയുടെ കഴുത്ത് മുറിക്കുന്നതിന് ബേബി ശ്രമിച്ചു. ഉറക്കമുണർന്ന ഫേബയും അന്നയും ബഹളം വെച്ചതോടെ ഇവർക്ക് നേരെ വാക്കത്തി വീശി. കൈകളിലും ചുമലിലും മുറിവേറ്റു. സ്മിതയെ കൊലപ്പെടുത്തിയെന്നും നമുക്ക് മരിക്കാമെന്നും പറഞ്ഞ് കൈവശം കരുതിയിരുന്ന മണ്ണെണ്ണ മുറിക്കുള്ളിലും ദേഹത്തും തളിച്ചു. ഇവർ മുകളിലത്തെ നിലയിൽ അഭയം തേടി. മുറിയിൽ കയറി കഥ കടച്ചു. അബോധാവസ്ഥയിലായ ഇരുവരും പുലർച്ചെ 8:30 മയക്കം വിട്ടുണർന്നത്. പിന്നീട് സമീപത്തുള്ള വീട്ടിൽ വിവരം അറിയിച്ചു. മുറിയിൽ മക്കളും മരിച്ചുവെന്ന് കരുതിയാണ് ബേബി ആത്മഹത്യ ചെയ്തതെന്നാണ് നിഗമനം. DYSP PB വിജയന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. രാസപരിശോധന സംഘവും തെളിവ് ശേഖരിച്ചു. മരണം സംബന്ധിച്ച് ബേബി എഴുതിയ കുറിപ്പ് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുറിയുടെ ഭിത്തിയിൽ പേന ഉപയോഗിച്ചാണ് എഴുതിയത്. സമീപത്ത് കുടുംബത്തിന്റെ ഫോട്ടോകളും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ആരും സ്നേഹിച്ചില്ലെന്നും എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്നുമുള്ള ബേബിയുടെ ചിന്തകളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. വീട്ടിലെ ഡൈനിങ് ഹാളിന്റെ ഭിത്തിയിലാണ് ബേബി ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത്. തന്നെ ആരും സ്നേഹിച്ചില്ലെന്ന പരിഭവം അതിലുണ്ട്. തനിക്ക് നീതി ലഭിച്ചില്ലെന്നും അതിനാൽ താൻ നീതി നടപ്പാക്കുകയാണെന്നും കുറിപ്പിലുണ്ട്. തന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠനത്തിനായി വിട്ടുകൊടുക്കണമെന്നും ചെലവുകൾക്കായി 2 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെന്നും എഴുതിയിട്ടുണ്ട്. തന്നെ ചതിച്ച ഒരാളോടുള്ള വെറുപ്പും ശാപവചനമായി എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും പുതുവർഷ ആശംസകളും എഴുതി വെച്ച ശേഷമാണ് ബേബി ഈ കടുങ്കൈ ചെയ്തത്. സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബമാണ് തറമറ്റത്തിൽ ബേബി വർഗീസിൻ്റെത്. പലർക്കും ബേബി പലിശയ്ക്ക് പണം കൊടുത്തിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയ്ക്ക് പോയി മടങ്ങി വന്ന ശേഷമായിരുന്നു വിവാഹം. ഭാര്യ സ്മിത തിരുവാങ്കുളം മാമല കരിമാങ്കുളത്തിൽ കുടുംബാംഗമാണ്. പിറവം തോട്ടഭാഗത്ത് വീട് വെച്ച് താമസിച്ച ബേബി വിവാഹത്തിന് ശേഷം ആ വീട് വിറ്റാണ് കക്കാട്ടിൽ സ്ഥലം വാങ്ങി എല്ലാ സൗകര്യങ്ങളുമുള്ള ഇരുനില വീട് വെച്ചത്. ശനിയാഴ്ച രാത്രി 11 വരെ ബേബിയെയും മറ്റുള്ളവരെയും നല്ല സന്തോഷത്തോടെയാണ് കണ്ടതെന്ന് അയൽക്കാർ പറയുന്നു. തലേന്ന് പിറവത്തെ കുന്നേൽ പള്ളിയിൽ പെരുന്നാളായിരുന്നു. രാത്രി വൈകി എല്ലാവരും ഒത്ത് അയൽവീട്ടിലെത്തിയ ബേബി അവിടുത്തെ കുട്ടിക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പൈസ നൽകിയിരുന്നു. രാത്രി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ബെഡ്റൂമിൽ നിരത്ത് കിടക്കുന്ന രീതിയിലാണ് സ്മിതയുടെ മൃതദേഹം കണ്ടെത്തിയത്. വെട്ടാൻ ഉപയോഗിച്ച വാക്കത്തിയും മൃതദേഹത്തിനടുത്ത് നിന്ന് കണ്ടെത്തി. മൽപ്പിടുത്തത്തിന്റെ ലക്ഷണങ്ങൾ മുറിയിലുണ്ട്. ഹാളിലും മുറിയിലും രക്തം കട്ട പിടിച്ച് കിടപ്പുണ്ട്. തൊട്ടടുത്തുള്ള മുറിയിലാണ് ബേബിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.